ഇപ്പോൾ ബേബി ഉള്ളതുകൊണ്ട് എനിക്ക് ലൈവ് മാക്സിമം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് കണ്ടിന്യൂഷൻ വേണം. തോറ്റുകൊടുത്തുനിന്ന് ജയിക്കുമ്പോൾ അതിനൊരു ഫീല് വേറെ തന്നെയാണല്ലോ. പഠിക്കുന്നത് 1 മണിക്കൂർ, സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇരിക്കുന്നത് 4-5 മണിക്കൂർ ഇരിക്കുന്നുണ്ട്. ഞാനത് അറിയുന്നില്ല. ലാസ്റ്റത്തെ ടൈമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിപ്പറേഷന് മുൻതൂക്കം കൊടുക്കേണ്ടത് ലാസ്റ്റ് ടൈമാണല്ലോ. ആ ടൈമിൽ ആ JRF ക്ലബ്ബ് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം അത് നമുക്ക് എന്താ ശരീരത്തിൻ്റെ ഒരു ഭാഗം പോലെ നമുക്ക്. പിന്നെ സാറ് ഒരു പോസിറ്റീവായിട്ട് നമ്മളാകെ ഭയങ്കര ഡൗൺ ആയി നിൽക്കുന്ന ടൈമിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫീല് തരുമല്ലോ. അതന്നെ ഇങ്ങനെ കാണുമ്പോൾ ഒരു മനസ്സിനും എല്ലാത്തിനും ഒരു സമാധാനമാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ കളിയാട്ടുമുക്കുള്ള നൂർജഹാനുമായിട്ടാണ്. ഇപ്രാവശ്യം കൊമേഴ്സിൽ JRF കിട്ടിയിട്ടുള്ള റേറ്റ് ആണ്. ഇപ്പോൾ ഡിഫറെൻറ്റ് ഇൻ്റർവ്യൂകളിലായിട്ട് നമ്മൾ ഡിഫറെൻറ്റ് സബ്ജക്റ്റുകൾ JRF കിട്ടിയിട്ടുള്ള ആളുകളുമായിട്ട് സംസാരിക്കുകയും അവരുടെ സ്ട്രാറ്റജിയും സിറ്റുവേഷനും മനസ്സിലാക്കുകയും സിമിലർ ആയിട്ടുള്ള ആളുകൾ ഫോളോ ചെയ്യുക, അടുത്ത സെറ്റ് ഓഫ് എക്സാമുക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, സോ ബേസിക്കലി നമ്മളിങ്ങനെ ഏറ്റവും ഇപ്പോൾ കൊമേഴ്സ് സബ്ജക്റ്റിനെ വെച്ച് നോക്കുമ്പം ആളുകൾക്ക് കൂടുതലും സബ്ജക്ട് സ്പെസിഫിക് കാര്യങ്ങൾ അറിയാനാണ് ആഗ്രഹം. ബിക്കോസ് നമ്മൾ ഒരുപാട് പേപ്പർ 1 കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ പൊതുവെ ഏറ്റവും കൂടുതൽ ആളുകൾ അറ്റൻഡ് ചെയ്യുന്നൊരു എക്സാമാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സീരിയസ് ആയി പ്രിപ്പയർ ചെയ്യുന്നൊരു സബ്ജക്റ്റ് കൂടിയാണ് കൊമേഴ്സ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യം തന്നെ ഉള്ളൊരു വിഷയമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, നൂർജഹാൻ PG കഴിഞ്ഞ ഉടനെ തന്നെ അടുത്തൊരു 6 മന്ത് കൊണ്ട് ഓൾമോസ്റ്റ് JRF കിട്ടിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ അതാണ്. അപ്പോൾ പലരുടെയും ഒരു ഡൗട്ട്, PGയോടൊപ്പം പഠിച്ചാൽ ഇത് കിട്ടുമോ, PG പഠിച്ച് കഴിഞ്ഞ ഉടനെ ഇത് കിട്ടുമോ, 2-3 കൊല്ലം കഴിഞ്ഞാലാണോ കൊമേഴ്സ് പോലെയുള്ള സബ്ജക്റ്റുകൾ കിട്ടുക, കൊമേഴ്സ് നല്ല ടഫാന്നൊക്കെ പലരും പറയാറുണ്ട്. അപ്പം എങ്ങനെയാണ് ജസ്റ്റ് ആഫ്റ്റർ PG ഓർ വിത്തിൻ 6 മന്ത്സ് PG ഈ കൊമേഴ്സ് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചത്? നമ്മൾ PGക്ക് നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ടീച്ചേഴ്സൊക്കെ നമ്മളോട് എപ്പം പറയാ JRF ക്രാക്ക് ചെയ്യണം, നെറ്റ് വേങ്ങണം, ആ ഒരു ഇതാണ് എല്ലാ ടീച്ചേഴ്സും നമ്മളോട് പറയാം. അപ്പോൾ അതങ്ങനെ പറയുമ്പോൾ പിന്നെ നമുക്കും ഉള്ളിലിങ്ങനെ അത് വാങ്ങേണ്ടി വരും, അതൊന്ന് എഴുതി നോക്കാലോ. ആദ്യ ഒരു അറ്റംപ്റ്റിൽ നമ്മൾ എഴുതിയൊക്കെ ജസ്റ്റ് ഒന്ന് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എഴുതിയല്ലോ, അങ്ങനെ ഒരു ജസ്റ്റ് ഒരു എഴുതിയായിരുന്നു ഒക്കെ ചെയ്യുള്ളൂ. കാരണം സീരിയസ് ആയിട്ട് നമ്മൾ ആരും അത്ര കണ്ട് പ്രിപ്പയർ ചെയ്യൂല. ആദ്യത്തെ ഫസ്റ്റ് ടൈം നമ്മളൊന്ന് മുന്നിട്ട് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല, സീരിയസ് ആയിട്ട് അങ്ങനെ കാണില്ല. ജസ്റ്റ് ഒരു എക്സാം അല്ലേ എന്നുള്ള ഒരു മൈൻഡിലെടുത്തിട്ടേ നമ്മൾ എഴുതുള്ളൂ. പ്രിപ്പയർ ചെയ്യുക അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യില്ല. പിന്നെ ഇങ്ങനെ ഫസ്റ്റ് ടൈമിന്റെ റിസൾട്ട് വരുമ്പോഴാണ് ഒന്ന് പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരിക. അപ്പോൾ പിന്നെ മാക്സിമം നമുക്കായാലും സബ്ജക്റ്റിനോടായാലും എല്ലാത്തിനോടും നമുക്ക് ടച്ച് വരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെയാണ്. അപ്പോൾ മാക്സിമം നമ്മൾ PGക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡിഗ്രിയേക്കാൾ കൂടുതൽ PGയിലെ കണ്ടന്റാണ് എക്സാമിന് കാര്യമായിട്ട് വരിക. അപ്പം അത് ഒന്ന് നമ്മൾ രണ്ടും ഒരുമിച്ച് ഇങ്ങനെ കൊണ്ടുപോയാൽ ഏകദേശം നമുക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ഓവറോൾ പേപ്പർ കൊമേഴ്സിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി? കൊമേഴ്സ് എങ്ങനെ പഠിച്ചതെന്ന് വെച്ചാൽ ഞാൻ ആദ്യമൊക്കെ പറഞ്ഞാൽ തീരെ സ്റ്റഡി ടൈം വളരെ കുറവായിരുന്നു. സ്റ്റഡി ടൈം ഭയങ്കര ലോ ആക്കിയിട്ട് അതിൽ നിന്ന് ഇങ്ങനെ മെല്ലെ ഇങ്ങനെ ടൈം ഇങ്ങനെ കൂട്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. കൊമേഴ്സ് എങ്ങനെ പഠിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം ബേബി ഉള്ളതുകൊണ്ട് എനിക്ക് ലൈവ് മാക്സിമം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് കണ്ടിന്യൂഷൻ വേണം. കാരണം ക്ലാസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചിലപ്പം കാണാനിരിക്കുന്ന ടൈമായിരിക്കും ഓള് ചിലപ്പം ഉറക്കത്തിൽ എണീക്കും. അപ്പം അത് പിന്നെ അവിടെ ഒരു സ്റ്റോപ്പ് ആകുമ്പോൾ, ലൈവ് ആകുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാണണമല്ലോ. അപ്പം ഇത് അവിടെ സ്റ്റോപ്പ് ആവും. അപ്പം പിന്നെ നമുക്ക് തന്നെ ഒരു മടി എന്ന് പറഞ്ഞൊരു സാധനം ഉള്ളതുകൊണ്ട് അത് അവിടെ നിൽക്കും. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ലൈവിൻ്റെ റെക്കോർഡിങ്സ് പിറ്റേന്ന് തന്നെ വരും. ഐഫറിൻ്റെ ഇതിൽ ലൈവിൻ്റെ റെക്കോർഡിങ്സ് പിറ്റേന്ന് തന്നെ വരും. അപ്പോൾ അതെടുത്തിട്ടാണ് ഞാൻ കാണല്. അതിങ്ങനെ കാണുമ്പോൾ എന്ത് ചെയ്യുക, ഇനി അഥവാ ഇവള് കരഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പോസ് അടിച്ചിട്ട് അവളെ കാര്യങ്ങൾ നോക്കിയിട്ട് ഇരുന്നാക്കാം, കണ്ടിന്യൂഷൻ കിട്ടും. അപ്പം നോട്ട് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് അതിങ്ങനെ റീഡ് ചെയ്ത് ജസ്റ്റ് ആ നോട്ടൊന്നും ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് അതിങ്ങനെ വായിച്ച് അങ്ങനെ പോയതാണ്. ഓക്കെ, അങ്ങനെയാണ് ഒരു ഇതൊന്ന്. ഇപ്പം ഇതിലിപ്പം ബേബിക്ക് ഇപ്പം എത്രയായി? ഇപ്പം 10 മന്ത് ആവുന്നു. 10 മന്ത് ആവുന്നു. ഓക്കെ, അപ്പം എപ്പോഴും നമ്മൾ പ്രിപ്പറേഷൻ ആസ്പെക്റ്റിലേക്ക് എല്ലാവർക്കും ഒരു സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷനുകളുമായിട്ടുള്ള ആളുകളായിട്ട് കമ്പയർ ചെയ്യാൻ എസ്പെഷ്യലി ഇഫറിനെ സംബന്ധിച്ചും ഒരുപാട് മദേഴ്സ് ഉണ്ട്, ഒരുപാട് ചെറിയ ബേബി ഉള്ള ആളുകളുണ്ട്. ഇനീഷ്യലി ക്യാരിങ് ആയിരുന്നു, പിന്നെ ചെറിയ ഞാൻ മനസ്സിലാക്കുന്ന ഈ ഒരു JRF ഒരു സീരിയസ് മോഡ് ഓഫ് പ്രിപ്പറേഷൻ ഒക്കെ
നടത്തിയിട്ടുള്ളത് വളരെ ചെറിയ ബേബി ആയിട്ടാണ്, വളരെ ചെറിയ ബേബി ആയിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ബേബിയുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് അത് മാനേജ് ചെയ്തത്, എസ്പെഷ്യലി വളരെ ചെറിയൊരു ബേബി ആയിട്ട് ഈവൻ JRF കിട്ടാൻ മാത്രം അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റിയത്? ഞാന് പറഞ്ഞല്ലോ, ഞാൻ സ്റ്റഡി ടൈം വളരെ കുറച്ചുള്ള ഒരാളാണ്. അങ്ങനെ ഫോണിൽ ഇങ്ങനെ സ്ക്രീൻ ടൈം നോക്കിയപ്പോഴാണ് ഞാൻ പഠിക്കുന്നത് 1 മണിക്കൂർ, സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇരിക്കുന്നത് 4-5 മണിക്കൂർ ഇരിക്കുന്നുണ്ട്. ഞാൻ അത് അറിയുന്നില്ല. കാരണം ചിലപ്പോൾ ഞാൻ കുട്ടീനെ ഫീഡ് ചെയ്യുന്ന ടൈമിലോ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്. നമ്മൾ അറിയുന്നില്ല നമ്മൾ എത്രത്തോളം ടൈമാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് പിന്നെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഞാനിങ്ങനെ തിങ്ക് ചെയ്യുന്നത്. കാരണം സ്ക്രീൻ ടൈം നോക്കുമ്പോൾ 1.5 hour സ്റ്റഡി. ഐഫറിൽ ഞാൻ ലൈവ് അല്ലല്ലോ, റെക്കോർഡ് ആകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുമല്ലോ. അപ്പോൾ അത് 1.5 മണിക്കൂർ, സോഷ്യൽ മീഡിയ 4-5 മണിക്കൂർ, എന്റർടൈൻമെന്റ് ആയിട്ടാണ് യൂട്യൂബ് വരിക. യൂട്യൂബ് ഉണ്ട് അത്യാവശ്യം. അപ്പം അങ്ങനെ ആലോചിച്ച് ഇതിങ്ങനെ ഇരുന്ന് പോകുമ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ അല്ലാതെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യാൻ കുട്ടീൻ്റെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഈ സോഷ്യൽ മീഡിയന്റെ ടൈം കൊണ്ട് കട്ട് ചെയ്തുകൂടാ? സോഷ്യൽ മീഡിയന്റെ ടൈം ഇപ്പൊ എനിക്ക് ഈ ഒരു വർഷം എനിക്ക് എന്തുണ്ട്, കുട്ടി എന്ന് പറഞ്ഞ ഒരു ആളുണ്ട്, അയാളെ നോക്കാണ്ട്. അപ്പൊ ആ സോഷ്യൽ മീഡിയന്റെ ടൈം ഞാൻ എന്ത് ചെയ്ത് ബേബിനെ നോക്കാൻ വേണ്ടിയിട്ട് എടുത്ത്, ബേബിനെ നോക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ, അത് ഞാൻ എന്ത് ചെയ്ത് സ്റ്റഡിക്ക് ആഡ് ചെയ്തിട്ട് സ്റ്റഡി ടൈം മെല്ലെ ഇങ്ങനെ കൂട്ടി കൊണ്ടുവന്നു. പിന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു ഇന്റർവ്യൂ ഉണ്ടല്ലോ, ഐഫറിന്റെ തന്നെ ഇന്റർവ്യൂ കണ്ടിട്ട് എല്ലാവരും പറയുന്നത് 8 മണിക്കൂർ പഠിക്കണം, 7 മണിക്കൂർ പഠിക്കണം. ഇന്റർവ്യൂവിൽ പാസ്സായ ഒരുവിധ ആളുകളെല്ലാവരും പറയുന്നത് ഞങ്ങളൊക്കെ സ്റ്റഡി ടൈം കൂട്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഈ ഇന്റർവ്യൂ കണ്ട എൻ്റെ ഹസ്ബൻഡ് ഉണ്ടല്ലോ, മൂപ്പര് പറയും ഈ ഒരു 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, അതൊന്നും എവിടെ എത്താൻ പോകുന്നില്ല. ഈ കഷ്ടപ്പെട്ടാലേ ഈ ടൈം ഡെയിലി ഒരു 8 മണിക്കൂറെങ്കിലും ഈ പഠിക്കണം, എന്നാ മാത്രമേ കിട്ടുള്ളൂ പറഞ്ഞ്. അപ്പൊ പിന്നെ എന്ത് ചെയ്ത് ആ ഒരു പറഞ്ഞതുണ്ടല്ലോ 8 മണിക്കൂറെങ്കിലും ആക്കണമല്ലോ എന്നുള്ളത് മെല്ലെ 6 മണിക്കൂർ 7 മണിക്കൂർ ഈ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബും ഇൻസ്റ്റാഗ്രാം അല്ല, യൂട്യൂബും ടെലഗ്രാമും ഒക്കെ പെട്ടെന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും, ഓക്കെ. പക്ഷെ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമുണ്ട്, അത് നമുക്ക് നമ്മളെ എന്തോ ശരീരത്തിന്റെ ഒരു ഭാഗം പോലെയാണ്. നമുക്ക് ഒഴിവാക്കാൻ നമുക്ക് തോന്നൂല. കാരണം വേറൊരാൾ എന്തൊക്കെയാ ഇട്ടത്, എന്തൊക്കെയാണ് നമുക്കത് കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മുടെ ടൈം കൂടുതൽ അതിൽ പോകും. അപ്പൊ അത് മനസ്സിലാക്കി ഞാൻ ആദ്യമൊക്കെ ലിമിറ്റ് വെച്ചു, പാസ്വേഡ് ഒക്കെ വെച്ചിട്ട്. പക്ഷെ എൻ്റെ ഫോണാണ്, എനിക്കറിയാം പാസ്വേഡ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ എന്ത് ചെയ്തു, അത് ഞാൻ തന്നെ നോക്കിയിട്ട് ടൈം ഇങ്ങനെ കൂടുതൽ ലാസ്റ്റ് ഈ നോട്ടിഫിക്കേഷൻ വന്ന് November 17 തോന്നുന്നു നോട്ടിഫിക്കേഷൻ വന്നത്. ആ ടൈമിൽ ഞാൻ എടുത്ത് അൺഇൻസ്റ്റാൾ ചെയ്തു. അപ്പൊ അതിങ്ങനെ കഴിഞ്ഞ് ഞാൻ അങ്ങനെ ആലോചിക്കും, എനിക്ക് എത്ര പോലെ ടൈം എനിക്ക് കിട്ടുന്നുണ്ട് എന്ന് ആലോചിച്ചിട്ടുണ്ട്. കാരണം അത് ആ ഒരു ഇതുകൊണ്ട് ഒഴിവാക്കിയപ്പോൾ സ്റ്റഡീസിന് ടൈം നല്ല കിട്ടണ പോലെ എനിക്ക് ഇങ്ങനെ തോന്നും. അങ്ങനെ സ്റ്റഡീസ് ഇങ്ങനെ കവർ ചെയ്ത് പോർഷൻസ് മാക്സിമം ഞാൻ ഈ പ്രാവശ്യം ഞാൻ 100% ഷുവറായിട്ട് ആ ഈ ഡിസംബർ ബാച്ചിലേക്ക് നടത്തിയ ഒരു ഇതുണ്ടല്ലോ, ലൈവ് സെഷൻസ് ഉണ്ടല്ലോ, അതിന്റെ റെക്കോർഡിങ്സ് ഉണ്ടല്ലോ, അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയത്. അതിന്റെ ബെനിഫിറ്റ് എനിക്ക് ഉണ്ടായി തോന്നില്ല. അത് കണ്ട് അതിന്റെ നോട്ട് ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെ വന്ന് ഫോളോ അപ്പ് ചെയ്ത് വന്നിട്ട് ആണ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വന്നത് ഫുള്ളായിട്ട്. പേപ്പർ 1 ആയിക്കോട്ടെ, പേപ്പർ 2 ആയിക്കോട്ടെ, ഫുള്ളായിട്ട്. ഓക്കെ, ഞാൻ സാധാരണ ഒരാളോടും ചോദിക്കാത്തൊരു ചോദ്യം നൂർജഹാനോട് ചോദിക്കാണ്. നമ്മൾ ഒരുപാട് ആ ഒരു ടോപ്പിക് വന്നതുകൊണ്ടാണ് കുറെ ഇന്റർവ്യൂല് കണ്ട് ഇത്ര മണിക്കൂർ പഠിക്കേണ്ടി വരും, ഇങ്ങനെ വന്നു. ഞാൻ 1.5 മണിക്കൂർ പഠിക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ കൂടുതൽ ആളുകൾ എന്നോട് ഇത് കഴിഞ്ഞ ഒരുപാട് ചോദിക്കും എന്നുള്ളതുകൊണ്ടാണ്. ഇതുവരെ ഒരാളും ചോദിച്ചിട്ടില്ല. നൂർജഹാൻ ശരിക്കും ഓൺ ആവറേജ് എത്ര മണിക്കൂർ പഠിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ലാസ്റ്റ് ഫ്യൂ മന്ത്സ് എക്സാമിന്റെ ഒരു ദിവസം ഓൺ ഡെയിലി ബേസിസ്? ഞാൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാൻ ജോയിൻ ചെയ്യുന്നത് ജൂലൈയിലാണ്. ജൂലൈയിൽ ആ സമയത്ത് ജോയിൻ ചെയ്തപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ലാഗായി. PGന്റെ എക്സാം ഒന്നും കൂടി കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു മടി എന്ന് പറഞ്ഞൊരു സാധനം ഒപ്പുണ്ട് കൂടുതല്. അപ്പൊ ഞാൻ ഈ ജൂലൈ കഴിഞ്ഞോട്ടെ എന്നിട്ട് ഇരിക്കാന്ന് വിചാരിച്ചു. പിന്നെ ഓഗസ്റ്റിൽ എന്ത് ചെയ്തു, ഞങ്ങളുടെ പ്രൊജക്റ്റും വൈവേക്ക് ആയിട്ട് വന്നു. ആ പ്രൊജക്റ്റ് അതും കഴിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ട് ഇരുന്നു. പിന്നെ ഇങ്ങനെ ഇരുന്നപ്പോൾ മെല്ലെ ആദ്യം 1.5 മണിക്കൂർ അങ്ങനെയൊക്കെ ഇരുന്ന് പഠിച്ച ഇതിന് മുന്നത്തേലൊക്കെ പൊതുവെ അങ്ങനെ പഠിച്ചിട്ട് പോയിട്ടുള്ളൂ. പിന്നെയാണ് എനിക്കിങ്ങനെ റിയലൈസേഷൻ വരുന്നത്, ഇങ്ങനെ ഇതുകൊണ്ടൊന്നും കാര്യമില്ല, കവർ ചെയ്ത് പോകൂല തോന്നിയാണ്ടാണ്. പിന്നെ പെട്ടെന്നാണ് ടൈം മെല്ലെ ഒറ്റയടിക്ക് 8 മണിക്കൂർ ആക്കില്ല, ഗ്രാജുവലി ഇങ്ങനെ 1 മുതൽ 2 ആക്കി. പിന്നെ കുറെ 4 മണിക്കൂറായി,
4 5 ലാസ്റ്റ് ടൈം ഉണ്ടല്ലോ നോട്ടിഫിക്കേഷൻ വന്ന് അതിന്റെ ശേഷം ഒരു 5 6 ഡെയിലി ഒരു 7 8 പിന്നെ ലാസ്റ്റത്തെ ജനുവരി 12 ഫുള്ള് 9 മണിക്കൂറൊക്കെ എനിക്ക് തന്നെ അത് കാണുമ്പോൾ കണ്ട് ഇത്രയും ടൈമൊക്കെ ഞാൻ പഠിക്കാൻ ഇരുന്നല്ലോ എന്ന് അങ്ങോട്ട് തോന്നിപ്പോവും. ഓക്കെ, അപ്പൊ അതിന്റെ ഒന്നുകൂടി ക്ലാരിറ്റി ഇട്ടാൻ വേണ്ടിട്ട് ഇപ്പൊ എനിക്ക് മോളെന്നായിരുന്നു ജനിച്ചത്? മോള് ജൂണിൽ. അതായത് ഞാൻ ജൂണിലെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ. അപ്പൊ ഏകദേശം മോക്കൊരു 7-8 മാസം വയസ്സ് പ്രായമുള്ള ഒരു സമയത്ത് ഒരു ദിവസം 8-9 മണിക്കൂർ നൂർജഹാന് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അമ്മമാർക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട്. അതെന്താന്ന് വെച്ചാല് ഒന്നാമത്തെ ഓള് ചെറുതാണ്. അപ്പൊ ഞാൻ ചിലപ്പോ കിടത്തിയാൽ അവിടെ എന്തെങ്കിലുമൊക്കെ ടോയ്സ് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താല് അവിടെ കിടന്നോളൂ. പിന്നെ ഒന്ന് ഫീഡ് ചെയ്യാനുള്ള ഒരു ടൈമേ വേണ്ടി വരുള്ളൂ. പിന്നെ മാക്സിമം എനിക്ക് വെളിച്ചുള്ള സ്ഥലത്ത് ഇരിക്കണം എന്നുള്ള ഒരാളാണ്. എനിക്ക് ഇങ്ങനെ റൂമില് ഇരിക്കുന്നേക്കാൾ ഇഷ്ടം ഒരു ഓപ്പൺ സ്പേസിൽ ഇരിക്കുന്നത്. അപ്പൊ ഞാനൊരു ഓപ്പൺ സ്പേസിൽ ഇരിക്കുമ്പോൾ ഒപ്പം ഞാൻ അവളെയും കൊണ്ടുവരുത്തും. അപ്പൊ അവക്ക് എന്തെങ്കിലും ടോയ്സ് എന്തെങ്കിലും കണ്ടാല് അവൾ അവിടെ കിടന്നോളും. ആ ഒരു ടൈം ആയതുകൊണ്ട്, ആ ഒരു പ്രായമായതുകൊണ്ട് അവളവിടെ കിടക്കും. വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാനേജ് ചെയ്യാൻ പറ്റി ഒരാള്. അപ്പൊ ഇതില് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു ചെറിയ കുട്ടി ഉണ്ടാവുന്ന സമയത്തും നമ്മളിങ്ങനെ ആസ്പെക്റ്റിലും സപ്പോർട്ട് സിസ്റ്റംസ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നാണ് അപ്പം എനിക്ക് ഒരുപാട് ഇന്റർവ്യൂകളിൽ മനസ്സിലായത്. എങ്ങനെയുണ്ടായിരുന്നു നൂർജഹാന്റെ സപ്പോർട്ട് സിസ്റ്റം? ആരൊക്കെയായിരുന്നു? മെയിൻ ആയിട്ട് എന്റെ ഹസ്ബൻഡാണ്. ഹസ്ബൻഡിന്റെ പേര് ഷെഫീഖ്. മൂപ്പര് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഞാൻ PG ചെയ്യാന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ ഉടനായതുകൊണ്ട് വീട്ടിൽ നിന്ന് ചെയ്തോളാം, ഡിസ്റ്റൻസ് ആയി ചെയ്തോളാന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. ഇന്ന് കോളേജിൽ പോയി ചെയ്തു എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്തത് മൂപ്പരാണ്. അങ്ങനെയാണ് ഞാൻ അവിടെ പോയി ചെയ്യുന്നത്. അങ്ങനെ ഇനി PG പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അങ്ങനെയാണ് എന്നോട് ഇങ്ങനെ ഒരു എക്സാം ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ മൂപ്പരും പറയുന്നുണ്ട്. മൂപ്പരിങ്ങനെ കുറെ, ഞാൻ പറഞ്ഞല്ലോ, കുറെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ കാണുന്ന ഒരാളാണ്. അപ്പൊ അത് പറഞ്ഞിട്ട് എനിക്കിങ്ങനെ അയച്ചു തരും ചെയ്യും, ഇത് കണ്ടുവെക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അതിങ്ങനെ കാണുമ്പോൾ പിന്നെ കോളേജിൽ നിന്നും ഞാൻ ടീച്ചേഴ്സ് ഇങ്ങനെ നമ്മളോട് പറയും, നിങ്ങൾ JRF ക്രാക്ക് ചെയ്യണം, നെറ്റ് ക്രാക്ക് ചെയ്യണം, എന്നാലേ PGനെ കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടാവണം, ആ ഒരു ഫീൽഡിലേക്ക് നിങ്ങൾ ഇറങ്ങണം എന്നാ പറയാറ്. അങ്ങനെയാണ് പിന്നെ ഇത് വേണം, ഇതൊന്ന് എഴുതി നോക്കണം, ആദ്യമൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കണം എന്നുള്ളൊരു ഇത് തന്നത്. പിന്നെ അറ്റൻഡ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് പഠിച്ചാൽ എന്തായാലും കിട്ടും എന്നുള്ളത്. അങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇവിടെ നിന്നായാലും ഇവിടുത്തെ ഹസ്ബൻഡ് ഉമ്മ ആയാലും ഉപ്പ ആയാലും ഒക്കെ പഠിക്കുന്നതിന് ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പോഴാണെങ്കിലും ഗ്രൂപ്പിൽ എന്തെങ്കിലുമൊക്കെ ഇത് നിനക്ക് പറ്റുമോ എന്നൊക്കെ വന്നിട്ട് ഈ നെറ്റിൻ്റെയും സെറ്റിൻ്റെയും ഒക്കെ ഇങ്ങനെ നോട്ടിഫിക്കേഷനൊക്കെ കാണിച്ചു തരുന്ന ആളാണ്. പിന്നെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടൈമിൽ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു ഞാൻ നിന്നിരുന്നത്. ലാസ്റ്റ് ടൈം ആയപ്പം ഇവിടേക്കും വരും, ഇവിടെ ആയാലും എനിക്ക് സപ്പോർട്ടാണ്. പഠിക്കുന്ന കാര്യമായതുകൊണ്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സറൗണ്ടിങ്സ് ആണ്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുകയുള്ളൂ, ഒരു മുന്നോട്ടൊക്കെ ഇറങ്ങാൻ പറ്റും. നമുക്കും ഒന്ന് ഇറങ്ങാനൊരു താല്പര്യവും ഉണ്ടാവുള്ളൂ. അത് അൽഹംദുലില്ലാ എനിക്ക് ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്നായാലും ഇവിടെ നിന്നായാലും എനിക്ക് അൽഹംദുലില്ലാ കിട്ടുന്നുണ്ട്. അതൊരു വളരെ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് അത് നമ്മളെ മൈൻഡ് ഫ്രീ ആവണമെങ്കിൽ അതൊക്കെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ. ഇപ്പൊ ഇതിലെ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം ഈഫറിന്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ കുറെ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും, PYQ ഉണ്ടാവും, എക്സാം ഉണ്ടാവും. അപ്പൊ പലരുടെയും ഒരു കൺസേൺ എന്താണെന്ന് ചോദിച്ചാൽ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ കുറെ പഠിക്കുന്നുണ്ട്, കുറെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, എത്ര പഠിച്ചിട്ട് മോക്ക് ടെസ്റ്റിൽ മാർക്കും കാര്യങ്ങളും സംഭവങ്ങളൊന്നും ഇല്ല ഒക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് അവസാനം ഇതിൽ ചിലർ തന്നെയായിരിക്കും ക്വാളിഫൈ ചെയ്യുക. അപ്പം നൂർജഹാന്റെ പ്രിപ്പറേഷൻ ഫേസിൽ എങ്ങനെയാണ് പഠിക്കുന്നതിനനുസരിച്ച് മോക്കിലും PYQ മാർക്ക് കൂടി? ഒരിക്കലുമില്ല. എനിക്കൊക്കെ 1 മാർക്ക് 4 മാർക്ക് 3 മാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ മോക്ക് ടെസ്റ്റില് ഡെയിലി ടെസ്റ്റ് ഒക്കെ കിട്ടുക. അപ്പോൾ നമ്മളത് അത്ര മാർക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ നോക്കും എന്തുകൊണ്ടാണ് അത് ഉത്തരം തെറ്റിപ്പോയതെന്ന്. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷന് നേരെ അടിയിൽ തന്നെ ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് നമുക്ക് തെറ്റാൻ കാരണം എന്നുള്ളത്. കുറെ ഞാനിങ്ങനെ നോക്കും, ഇങ്ങനെ പോയാൽ എനിക്ക് കിട്ടുമോ എന്ന് എനിക്ക് തോന്നിയിരിക്കണം. കാരണം അത്രയ്ക്കും എനിക്ക് മാർക്ക് ഉണ്ടാവില്ല. ചിലപ്പം ക്ലാസ് അത്രയും ഇതിലിങ്ങനെ കണ്ടിട്ടുണ്ടാവും. പിന്നെന്ന് പറയുമ്പോൾ ക്ലാസ് കാണുമ്പോൾ നമ്മളിങ്ങനെ കണ്ടിട്ട് ശരിക്കും നമുക്ക് ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ചടപ്പായിരിക്കും ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ. പക്ഷെ ഇതിലെന്ന് പറയുമ്പോൾ ഈ ക്ലാസ്സിന്റെ ലാസ്റ്റിൽ ഇവരെന്ത് ചെയ്യും, PYQs ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. അപ്പൊ അതെങ്ങനെയെങ്കിലും ഉത്തരം പറയണമെന്നല്ലോ എന്നുള്ളൊരു കൺസെപ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ചെറിയ കുട്ടികളെ പോലെ ഇങ്ങനെ ക്ലാസ് കൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുമല്ലോ.
അപ്പൊ അതൊരു രസമാണ്. അങ്ങനെ ലാസ്റ്റിലുള്ള ക്വസ്റ്റ്യൻസിന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. അത് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ മറ്റേ സെലിംകുമാറിന്റെ ഒരു ഇതുണ്ടല്ലോ, ചുറ്റും നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നേ, അതൊരു ഫീലാണ്, രസമാണ് അത്. അതിങ്ങനെ ഞാൻ ഐഫറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. എക്സ്റ്റേണൽ ആയിട്ടുള്ള ഈവൻ ഞാൻ സത്യം പറഞ്ഞാൽ PDF ഞാൻ തുറന്നിട്ടില്ല. ഞാൻ ഐഫറിന്റെ റെക്കോർഡിങ്സ്, അതിന്റെ നോട്ട്സ് ഞാൻ റെക്കോർഡിങ് ഇങ്ങനെ കേൾക്കുന്ന ടൈമിൽ തന്നെ അതിങ്ങനെ എഴുതി റൈറ്റ് ചെയ്ത് ഇങ്ങനെ പോയി. അത് മാത്രം വെച്ചിട്ടാണ് ഞാൻ മെയിനായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ തന്നെ ഐഫറിന്റെ ഭാഗമായിട്ട് ഞാൻ കുറെ ഫീച്ചേഴ്സ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ റെക്കോർഡഡ് ലൈവുകൾ, എക്സാമുകൾ, കാറ്റഗറൈസ്ഡ്, ഇപ്പോൾ വേണമെങ്കിൽ JRF ക്ലബ്ബുകൾ, ആക്ടിവിറ്റി ഗ്രൂപ്പുകൾ, പോഡ്കാസ്റ്റ്. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാൻ എല്ലാവർക്കും യൂസ്ഫുൾ ആവുക. നിങ്ങൾക്ക് ഏതാണ് എഫക്റ്റീവ് എന്നുള്ളത് നിങ്ങൾ നോക്കണം. അപ്പം ആസ് എ കോമേഴ്സ് സ്റ്റുഡന്റ് നൂർജഹാന് ഈ സിസ്റ്റത്തിന് ഏതൊക്കെയാണ് കൂടുതൽ എഫക്റ്റീവായിട്ട് നൂർജഹാൻ എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്യും? എനിക്ക് ലൈവിന്റെ റെക്കോർഡിങ്സ്, പിന്നെ ലാസ്റ്റ് ടൈമൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് JRF ക്ലബ്ബുകൾ, അതിന്റെ ഓരോരോ സെഷൻസ് ആയിട്ട് പെട്ടെന്ന് ജോയിൻ ചെയ്യുന്ന, അതും എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ലാസ്റ്റത്തെ ആ ടൈമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിപ്പറേഷന് മുൻതൂക്കം കൊടുക്കേണ്ടത് ലാസ്റ്റ് ടൈം ആണല്ലോ. ആ ടൈമിൽ ആ JRF ക്ലബ്ബ് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം PYQs ആയാലും പിന്നെ സാറ് ഒരു പോസിറ്റീവായിട്ട്, നമ്മളാകെ ഭയങ്കര ഡൗൺ ആയി നിൽക്കുന്ന ടൈമിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫീല് തരുമല്ലോ. അതന്നെ ഇങ്ങനെ കാണുമ്പോൾ ഒരു മനസ്സിനും എല്ലാത്തിനും ഒരു സമാധാനമാണ്. കൺസിസ്റ്റൻസി കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു ആസ്പെക്ട് പറയുന്നത്. ഇപ്പൊ നൂർജഹാനെ സംബന്ധിച്ച് നൂർജഹാൻ ഒരേ സമയം മദർ ആയിട്ടുണ്ടായിരുന്നു, സ്റ്റുഡന്റ് ആയിട്ടുണ്ടായിരുന്നു, കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു, മോക്ക് ടെസ്റ്റിന്. എങ്ങനെയാണ് നൂർജഹാൻ പരമാവധി കൺസിസ്റ്റൻസി നിലനിർത്തിയത് പഠിക്കുന്ന ടൈമിൽ? പഠിക്കുക എന്നുള്ള കൺസിസ്റ്റൻസി, പഠിക്കാന്നുള്ളത് ഒന്നാമത് ഇത് വേണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതെന്തായാലും ക്രാക്ക് ചെയ്യണം ഇപ്രാവശ്യം. കാരണം 1-2 തവണ ആയാലും നമ്മൾ എഴുതുന്നത്, തോറ്റുകൊടുത്തുനിന്ന് ജയിക്കുമ്പോൾ അതിനൊരു ഇത് ഫീല് വേറെ തന്നെയാണല്ലോ. അപ്പം ഇത് വേണമെന്നൊന്നും എനിക്കുണ്ടായിരുന്നു. ആ ഒരു വേണം എന്നുള്ളത് തന്നെ ഇക്കാരം മിക്കവാറും, അതും ബേബിനെ വെച്ച് കഴിയൂലെന്ന് വിചാരിക്കുമ്പോ, ഇനിയെന്ന് പറയുമ്പോൾ ബേബി വലുതായിക്കൊണ്ടിരിക്കുകയാണ്, കൂടുതൽ ടൈം അവർക്ക് കൊടുക്കേണ്ടി വരും, ഏറ്റവും കൂടുതൽ ടൈം. അപ്പൊ ഇനിയും കൂടുതൽ ഇരിക്കുമ്പോൾ ഇതിങ്ങനെ അങ്ങോട്ട് പോവല്ലേ, 6 മാസം ഇങ്ങനെ ലാഗായി പോവാണ്. അപ്പോൾ മാക്സിമം ഈ ടൈമിൽ നേടിയെടുക്കുക എന്നുള്ളത് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങോട്ട് എനിക്ക് തന്നെ തോന്നി, ഞാൻ തന്നെ പഠിച്ച് എടുത്തതാണ്. അഗൈൻ കൊമേഴ്സ് ആയിട്ടുള്ള ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ വേണ്ടിക്കാം. ഇപ്പോൾ കൊമേഴ്സ് പലപ്പോഴും കുട്ടികൾ തുടങ്ങുന്ന സമയത്ത് കുട്ടികളുടെ ഡൗട്ട് ഇപ്പം എന്നോടൊക്കെ ചോദിക്കാറുണ്ട്, ഞങ്ങൾ ആദ്യം സിലബസ് കംപ്ലീറ്റ് ആക്കാണോ വേണ്ടത്, അത് PYQ ആണോ ഇമ്പോർട്ടൻ്റ്, ഇനി PYQ കണക്റ്റഡ് ആയിട്ടാണോ? അതിൽ ബേസിക്കലി ഇത് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ശരിയെന്ന് നമുക്ക് പറയാനില്ല. പക്ഷെ നൂർജഹാനെ സംബന്ധിച്ച് എവിടെയായിരുന്നു അതിന്റെ ഒരു ബാലൻസ്? ഏതായിരുന്നു പ്രയോറിറ്റി? ഞാൻ പ്രയോറിറ്റി കൂടുതൽ കൊടുത്തിരുന്നത്, ഞാൻ 1-2 തവണ എഴുതിയെന്ന് പറഞ്ഞല്ലോ, അതിനെനിക്ക് മനസ്സിലായത് എൻ്റെ സ്ട്രാറ്റജി ഓക്കെയാണ്. ഞാൻ എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് സ്ട്രാറ്റജി ഓക്കെയാണ്. പക്ഷെ എനിക്ക് കണ്ടന്റ് കുറച്ചും കൂടി സബ്ജക്റ്റിൽ, എനിക്ക് പേപ്പർ 1 നല്ല മാർക്ക് ഉണ്ടാവും, പക്ഷെ പേപ്പർ 2 ഭയങ്കര ലോ ആയിരിക്കും. അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ കണ്ടന്റിന്റെ ക്ലാരിറ്റി കുറച്ചും കൂടി വേണമായിരുന്നു, കണ്ടന്റ്സ് കുറച്ചും കൂടി കൂടുതൽ വേണ്ടായിരുന്നു എനിക്ക്. ആ ഒരു ടൈം ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മാക്സിമം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട്, ക്ലാസ്സുകൾ മാത്രം PYQ, ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന PYQ അതിന് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മെയിനായിട്ട് ഈ ക്ലാസ് മെറ്റീരിയൽസിന്റെ കവറേജ് ആണ് ഞാൻ ചെയ്തത്. എല്ലാതും സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ഞാൻ ഇമ്പോർട്ടന്റ് കൊടുത്തത് അതാണ്, ബേസ് സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അതിനുശേഷം പിന്നെ നമ്മൾ PYQ നോക്കി. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ് നൂർജഹാൻ.